ബാവകല്യാണിയോ എന്തോ ബാലകല്യാണിയോ സാർ അങ്ങനെ എന്തൊരു സാർ കല്യാണി അകത്തുണ്ടോ? ഓക്കെ ഓക്കെ സാർ. പിന്നെ നമ്മൾ എത്ര കേസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണെന്നറിയോ? എടുപ്പുണ്ട്. സാറാണോ സാറേ വിളിച്ചത്? നമസ്കാരം സാറേ ബാലകല്യാണി. നമസ്കാരം സാറേ സാറിന്റെ പേരെങ്ങനെയാ സാറേ? സാർ എന്റെ പേര് പരുന്ത് വാസു. എന്റെ അടുത്ത് എന്റെ അനിയനെ സാറിന് അറിയും, പരുന്ത് വേലായുധൻ. സാറേ പരുന്ത് വേലായുധൻ സാറിന്റെ അത് ഇവന്റെ അച്ഛനെ എങ്ങനെ പറഞ്ഞാലും അറിയത്തുള്ളൂ എല്ലാവർക്കും. സാറേ പുള്ളിയാണ് എനിക്ക് ഈ ഒരു സജഷൻ തന്നതേ. എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പം പീഡിയിൽ ഞാൻ അവനോട് ചോദിച്ചായിരുന്നേ പീഡിയിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ബാലകല്യാണി സാർ അവിടെ ഉണ്ട്, എന്ത് വേണം ചെയ്തു തരും, അങ്ങോട്ട് പോയാൽ മതിയൊന്ന്. ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറിനെ കേക്കാവോ? സാർ ഇപ്പോഴാണ് കേട്ടു തുടങ്ങിയത്. ആണല്ലേ? വേലായുധനാണ് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ പീഡിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ബാലകല്യാണി സാറിന്റെ അടുത്ത് ചെന്നാൽ മതി, എല്ലാം സെറ്റാക്കി തരുമെന്ന് പറഞ്ഞത്. പിന്നല്ല വേലായുധൻ സാറിനോട് നമ്മളോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്. സാർ നമുക്ക് അകത്തിരിക്കും, ഇവിടെ സൗണ്ട് ചെറിയ പ്രശ്നമാണ്. ഇവരൊക്കെ ആരാണ് സാറേ? ഇത് നമ്മുടെ വേലായുധൻ സാറിന്റെ കൂടെ തന്നെയുള്ള ആൾക്കാരായിരുന്നു. സാറ്, ഇത് അമ്പി സാറ്, എന്താ പേരെന്താ? ഇത് ശശി സാറ്. ഈ സാറിന്റെ പേരെന്താ സാറേ? ശശി. ബാലകല്യാണി സാർ ഒരു മിനിറ്റ് ആ കാര്യം ചോദിച്ചില്ലല്ലോ സാറേ. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സാറിനെ പേഴ്സണലായിട്ട് എവിടെയെങ്കിലും ഒരു ക്യാബിനിലോട്ട് എന്നെയും ചന്ദ്രനെ ഒന്ന് അങ്ങനെ സാർ നമുക്ക് റെട്രോ സാറിനും എംബി സാറിനും കൂടെ കൂട്ടാം. അവര് നമ്മുടെ കൂട്ടത്തിൽ അവരെ കൂടെ വിളിച്ചോ സാർ. വന്നോളൂ സാറേ. ചന്ദ്രൻ സാറും സാർ എനിക്ക് പ്രൈവസി ഉള്ള സ്ഥലം വേണം സാറേ. സാറേ ഇവിടെ മൊത്തം പ്രൈവസി ഇല്ല സാറേ. ഇവിടെ CC ക്യാമറ പോലും ഇല്ലാത്തൊരു സ്ഥലമുണ്ട് സാറേ. ഗണേശനാ നീ വരണോന്നില്ലായിരുന്നു ചന്ദ്ര. ഞാൻ പോയിട്ട് വരാം സാറേ. ഇത് എങ്ങോട്ടാ സാറേ? ഏത് റൂമിലോട്ടാ പോന്നെ? സാറേ ഫ്ലോർ 2-ലോട്ടെ. ലൈഫ് സാവേജ് മുച്ചിറി അതാണ് അവരാണ്. ബാക്കിയൊക്കെ ഒരാള് പോയി. നമ്മള് രണ്ടുപേരുള്ള ഇതിനകത്ത് ചന്ദ്ര ഇത് നമ്മള് കേറിയെടുത്ത് തന്നെ എത്തിയില്ലേ? എങ്ങോട്ടാ പോകണ്ടേ? നമുക്ക് മറ്റേ ധനശശി എന്റെ പേരെന്തിനാണ്? ശശികൊക്ക എന്തിനാണ് പേര്? ശശി സാറാ? ശശി സാർ ഇല്ലല്ലോ. ഇത് നമ്മള് എന്തിനോ ഞെക്കണം ഇവിടെ. ഇവരാരാ വിളിച്ചേ? പേര് ബാലകല്യാണി സാറേ. ലിഫ്റ്റ് അപ്പ് അതെവിടെ? സാറേ ഞങ്ങൾ ഇതിനകത്താണ്. ഹലോ നമ്മളെത്തിയ അതെ സാറേ എത്തിയിട്ടില്ല സാറേ. അകത്തെ സ്വിച്ച് ഞെക്കണമെങ്കിൽ നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആണല്ലേ? നമുക്ക് വെച്ച് നോക്കി F2 ആണ്. F2 ഫ്ലോറിലോട്ട്. അല്ല സാറേ ഫ്ലോറിന്റെ പേരാണ് F2 സാറേ. കണ്ണു വെച്ച് നോക്കിട്ട് F2-ലോട്ട് വന്നാൽ മതി. കണ്ണു വെച്ച് എങ്ങോട്ട് നോക്കണം? ഇങ്ങോട്ട് ഇന്ററാക്ട് F2. ഓ ഞാൻ അടിച്ചു പോയേ. സാറിന്റെ പേര് മറന്നുപോയി സാറേ. എന്തായിരുന്നു? ശശികുക്ക. എന്റെ പേര് അമ്പിസ്വാമി. ഓ അയ്യോ ബാലകല്യാണി സാർ ലിഫ്റ്റിനകത്ത് കുടുങ്ങി. ചന്ദ്രന്റെ കൂടെ വന്നു സാറേ. സാറേ എവിടെ ഇരിക്കാം? സാറേ സാറിന് ഇഷ്ടമുള്ള എടുത്തിരുന്നു സാറേ. സാർ എന്താന്ന് വെച്ചാ പറഞ്ഞത്. എന്താ സാറേ? നമ്മള് ഈ ഒരു റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തമാശ കളിയൊന്നും ഇല്ല സാറേ. നമ്മൾ ഇച്ചിരി സീരിയസ് ആണ്. ഇല്ല സാറേ നമ്മളങ്ങനെ ചായ ഒന്നും കൊടുക്കാറില്ല. ജനമൈത്രി പോലീസ് സാറേ. ഇവിടെ ഇങ്ങനെ ജെ അടിച്ചു നോക്കൂ സാറേ.
ഒരു തരത്തിലും വരുന്നില്ല. JMSൽ ഒരു തരത്തിലും ഇതാവുന്നില്ല സാറേ, ശരിയാവുന്നില്ലല്ലേ സാർ എന്നാ ഇപ്പുറത്തൊന്നിരുന്നു. ഏത് ജേഡാരിയ പറയണ? എടാ നമ്മുടെ JMSൽ നിനക്ക് എത്ര മസിലുണ്ട് ശരീരത്തില്? സാറേ ചന്തിലുള്ള മസിലിന്റെ പേരാണ് ജയമസില്. അതെ ഓ ഞാൻ ജയ എന്നാണ് ജയ ജയ. സാർ അവിടെ നമ്മൾ ഇരിക്കുന്നത്. സാറേ നമുക്ക് ഈ കസേര ക്രോസ് ആയിട്ടിരുന്നാലോ? ഓ പിന്നെന്താ സാറേ ഇരുന്നു. അതാകുമ്പോ നമുക്ക് ക്രോസ് ആയിട്ടിരുന്ന കാര്യങ്ങൾ പറയാം. ക്രോസ് ആണ് നമുക്ക് ഇഷ്ടം. ക്രോസ് ആണ് സാറേ. പക്ഷെ ഞാൻ കണ്ട എന്റെ തല കുറച്ച് അകത്ത് പോയില്ലേ സാറേ? അതെന്തുകൊണ്ടായിരിക്കും? ശരിയാ സാറേ അത്. സാറേ ഇവരൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് സാറേ? അണ്ണാ കുനിഞ്ഞ് ഒരു അണ്ണാ കുനിഞ്ഞിരിക്കണം സാറേ മുട്ട പൊക്കി വെച്ചിരി സാറേ. അപ്പൊ ശരിയോ? സാറേ അത് ഫിക്സ് ചെയ്യാൻ എനിക്കറിയാം സാറേ. സാർ ഒന്ന് കുറച്ച് ബാക്കിലോട്ട് വന്നിട്ട് സിറ്റ് ഡൗൺ കൊടുത്തേ സാറേ. അറിഞ്ഞാനോ? കണ്ട സൂപ്പറാണ്. അത്രേ ഉള്ളത് എടേ സാറേ. അത് വീണ്ടും അങ്ങനെ തന്നെ കേട്ടാ. അണ്ണത് കുനിഞ്ഞിങ്ങനെ ഇത് അണ്ണൻ എത്ര നേരം കുനിഞ്ഞിരിക്കാറുണ്ട്? അയ്യോ സാറേ ഞാൻ താഴെ പോയി. രക്ഷയാണ്. സാറേ ഒന്ന് ഇരുന്നോട്ടെ സാറേ. സാറേ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നിങ്ങളൊരു പ്രൈവസി വേണോന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും കൊനസ്റ്റ് പരിപാടി ഒപ്പിച്ചിട്ട് വന്നേക്കാണ് സാറേ. സാറേ അങ്ങനെ കൊനസ്റ്റ് പരിപാടി ഒന്നുമല്ല. ഞാൻ ഒരു കംപ്ലൈന്റ് തരാൻ വേണ്ടി വന്നതാ സാറേ. നമ്മൾ ആദ്യമേ ഒരു കാര്യം പറയാം സാറേ. നമ്മള് 3 പേരും ഈ പീഡിയിലെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ്. ശരിക്കും വേലായുധൻ സാറിന്റെ ചേട്ടനായിട്ട് നമ്മൾ അതിന്റെ ഒരു ഇത് കാണിക്കും. പക്ഷെ സാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാറേ. സാറേ എനിക്ക് അങ്ങോട്ട് പരാതി തരാനാണ് വേറൊരാളെ പറ്റി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. സാറേ പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാര് കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് തന്നെ വന്നത്. മനസ്സിലായ? അല്ലെങ്കിൽ ഞാൻ ആ ഭരത് സാറിന്റെ അടുത്ത് വല്ലതും പറയത്തേ ഉള്ളായിരുന്നു. ഭരത് സാർ ഭരത് സാർ എന്ന് പറഞ്ഞുണ്ടല്ലോ നന്മയുടെ പാതയാണ് സാറ്. ഭരത് സാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കുറ്റം ചെയ്ത് കൊലയാളി കാണിച്ചു കൊടുത്താലും മോനെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഭരത് സാർ അങ്ങനെയാ സാറേ. സത്യം കഴിഞ്ഞ ഒരുത്തൻ എന്റെ മുന്നിൽ വന്നിട്ടേ മോന്തയ്ക്ക് നോക്കി കൊണയടിച്ചിട്ട് ഞാൻ പോയി ഭരത് സാറിനോട് ഞാൻ തിരിച്ച് കൊണയടിച്ചിട്ട് ഭരത് സാറിനോട് ഈ പറഞ്ഞു അവൻ വന്ന് കൊണയടിച്ചെന്ന്. അപ്പൊ ഭരത് സാറിന്റെ മുഖത്ത് നോക്കി പറയാണ് അങ്ങനെ കൊണയടിച്ചിട്ടുണ്ടെങ്കിൽ നീ ആദ്യം വന്ന് എന്നോട് വന്ന് പറയണോ? ഒരു PD ഓഫീസർ പറയേണ്ട ഡയലോഗാണ് സാറേ. ഭയങ്കര മോശം. അതൊക്കെ ഭയങ്കര മോശം. ഭരത് സാറൊക്കെ അത് എല്ലാവർക്കും ഒരു ഇതൊക്കെ ആ വേലായുധം സോറങ്ങാണോ അതുകൊണ്ടല്ലോ ഇപ്പൊ ഉരുട്ടി എടുത്താണ് ബോഡി ക്യാം ഒക്കെ ഉണ്ട് ഇവിടെ. സാറേ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് സാർ. നമുക്ക് അങ്ങനെ മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ ഞാൻ പുറത്തു പോയി. ഇവിടെ തന്നെ പറഞ്ഞു ഭരത് സാറിനെ പറ്റി. സാർ അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. പറഞ്ഞു സാറേ. എനിക്കിവിടെ ഒരു ചെറിയൊരു വീടും കുടുംബവും ഒക്കെ ഉണ്ട് സാറേ. ഞാൻ തക്കടുവാവ അധോലോകം എന്ന് പറയുന്ന കുടുംബത്തിന്റെ നാഥനാണ് ഞാൻ. ഇത് കോനാഥനാണ്. ഇത് ഈ റൈറ്റിലിരിക്കണത് അല്ല ലെഫ്റ്റിലിരിക്കണത് കോനാഥൻ. അപ്പോ എനിക്ക് ഒരു പരാതി പറയാനുണ്ട് സാർ. സാർ കഴിഞ്ഞ വർഷം ഇതേ മാസം ഒരു 13-ാം തീയതി ഞാൻ ഈ സിറ്റിയിൽ ഒരു താജ്മഹൽ പണിതായിരുന്നു സാർ. താജ്മഹലോ? എന്തിനാന്ന് ചോദിക്കും സാർ. സാറിനോട് ചോദിക്കും എന്തിനാന്ന് ചോദിക്കും. എന്തിനാ സാറേ പണിഞ്ഞ? ഒരു മൂതയെ വളയ്ക്കാൻ. ഒരു പെങ്കൊച്ചിനെ വളയ്ക്കാൻ സാറേ. ഒരു പെങ്കൊച്ചിനെ വളയ്ക്കാൻ താജ്മഹൽ അതും ആകാശത്തിൽ. കുഴപ്പമില്ല അതൊക്കെ. അത് ഇച്ചിരി സാറേ എങ്ങനെ പോയാലും ഒരു 10, 150, 200 കോടി രൂപ മുടക്കി ഞാൻ അതിനു വേണ്ടി. സാറേ ഇതിന്റെയൊക്കെ സോഴ്സ് നമ്മള് സാറെ കാര്യത്തിലോട്ട് വേറെ സാറേ. നിങ്ങൾ ഇൻകം ടാക്സ് അല്ലല്ലോ സാറേ. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയണേ? ഇതൊക്കെ ന്യായമായിട്ടുള്ള പൈസയാണ്. മനസ്സിലായ സാറേ? ഞാൻ ഇൻകം ടാക്സ് ഒക്കെ അടക്കണ ഒരാളാണ്. സാറേ ഇതെല്ലാം പണിത് ഇവളെ ഇംപ്രസ് ചെയ്ത് അവളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോനാഥന് ഹാർട്ട് സർജറി ആണെന്ന് വരെ ഞാൻ പറഞ്ഞു. ക്യാൻസർ ആണെന്ന് വരെ പറഞ്ഞു. ക്യാൻസർ രോഗി വരെ ആക്കി. ഒരു മിനിറ്റ് പറഞ്ഞു പറയണം. അപ്പൊ സാറേ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ ഇംപ്രസ് ചെയ്തത് അവളെ ഇംപ്രസ് ചെയ്ത് ഞാൻ പൊന്നെ പൊടിയെന്ന് പറഞ്ഞ് നിലത്ത് പോലും വെക്കാതെ കൊണ്ടു നടന്നിരുന്ന കൊച്ചാണ് സാറേ. പറയാതിരിക്കാൻ സാറേ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇൻകം സോഴ്സ് അണ്ടി ഫാക്ടറി ആണ്. എനിക്ക് ഇവിടെ ഒരു കാഷ്യൂ നട്ട് ഫാക്ടറി ഉണ്ട്.
അപ്പൊ അതിന്റെ മെഷീനറീസ് വാങ്ങിക്കാൻ ഞാൻ ഒന്ന് വേറൊരു രാജ്യത്തില് കോതമംഗലം വരെ ഒന്ന് പോയായിരുന്നു. ഈ വേലയുടെ പേറ്റന്റ് തള്ള വരാറുണ്ട്. ചന്ദ്ര, ഞാൻ ഇവിടെ കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സംസാരിക്കല്ലേ? അതെന്താ എന്റെ സാധനവും എന്റെ അനിയൻ അവിടെ വന്നൂടെ? അപ്പൊ സാറേ ഞാൻ അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ചെന്നപ്പോഴത്തേക്കിന് എന്ത് സാറേ പുറം ചൊറിയാണ്, ഇവിടെ സീറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സാറേ, ഇല്ല കുഴപ്പമൊന്നുമില്ല. സാറിന് വല്ല അലർജി അങ്ങനെങ്കിലും? സാറേ അപ്പൊ ഞാൻ അവിടെ പോയി മെഷീനറി ഒക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഒരു 4-5 ദിവസം അല്ല ഒരു 4-5 മാസം നിൽക്കേണ്ട വന്ന്. കാരണം എല്ലാ മെഷീനറീസും കണ്ട് ഇതായി സെറ്റായി വരാൻ. സാറേ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് പിന്നെ ആളെ സിറ്റിയിൽ കാണാനില്ല. ആദ്യമൊക്കെ ഇടക്കിടക്ക് വരും, വന്ന് എന്നോട് സംസാരിക്കും, മിണ്ടും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു സാറേ. പിന്നീട് പയ്യെ ഒന്നും കാണാതായി, സംസാരിക്കാതായി, വിളിച്ച ഫോൺ എടുക്കാതായി. ഇടയ്ക്ക് ഒരു കോൺവെർസേഷനിൽ എപ്പോഴോ ഒരു പന്നി കച്ചവടക്കാരന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അടി വരെയായി. വണ്ടി കച്ചവടക്കാരനോ? പന്നി പന്നിയില്ലേ, പന്നി, പോർക്ക്. ഓക്കേ സാറേ. സാറേ ഞാൻ പറയല്ലോ, സാറിന് ലൈനുണ്ടോ? സാറേ എന്തൊക്കെയാ സാറേ പറയുന്നത്? ഗേൾഫ്രണ്ട് സാറേ നമ്മളില്ല, സിംഗിൾ ആണ്. വൈഫ് ഒന്നുമില്ല. ഡ്യൂട്ടി കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോ അങ്ങനെ. സാർ നിങ്ങൾ മൂന്നുപേര് സിംഗിൾ ആണോ സാറേ? അതെ സാറേ. സാറേ നിങ്ങൾക്ക് എന്റെ കഥയുടെ ആ ഫീലിങ്സ് അങ്ങോട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പെണ്ണ് വേണമായിരുന്നു. ഈ പെണ്ണില്ലാതെ സാറേ ഞാൻ കല്യാണം കഴിച്ചായിരുന്നു സാറേ, പിന്നെ ഡൈവേഴ്സ് ഏതാണാ? അതെ സാറേ, കാരണം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പീഡി കയറി. അത് കഴിഞ്ഞ പീഡിയോടുള്ള ആത്മാർത്ഥത കാരണം എനിക്ക് കൊച്ചുണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല സാറേ. അങ്ങനെ പെണ്ണ് പോയി. കൊച്ചുണ്ടാക്കാത്തതിന് പെണ്ണ് പോയാ? എനിക്ക് എന്റെ ഫാമിലിയേക്കാൾ വലുത് എന്റെ ജോബാണെന്ന് ഞാൻ വിശ്വസിച്ചു സാറേ. അതാണ് ഞാൻ സാറേ ഈ ചന്ദ്രന്റെ അച്ഛൻ തേച്ചൊരു തൈലം ഉണ്ട്, അത് വേണം ഞാൻ ഒപ്പിച്ചു തരാം സാറേ. അതല്ലേ, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടല്ല സാറേ. ഞാൻ 4 നേരവും ഞാൻ ഈ പീഡി തന്നെയാണ് സാറേ, അതുകൊണ്ടാണ്. അല്ലാതെ വേറൊന്നുമല്ലേ സാർ ഉദ്ദേശിക്കുന്ന പോലെ. അങ്ങനെ സാറും ഈ സാറിന്റെ പേര് മറന്നു. നിങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കുമല്ലോ എപ്പോഴും? അത് ശശികൊക്ക് സാർ, അത് ശശികൊക്ക് സാറ്. ഈ സാറിന്റെ പേര് മറന്നു. ശശിയുടെ റെട്രോ. സാറേ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ സാറിന് എന്റെ ഫീലിങ്സ് പിടികിട്ടുവേ. സാറിന് എന്റെ ഫീലിങ്സ് പിടികിട്ടുവേ. ഞാൻ പറഞ്ഞുതരാവേ. അപ്പൊ സാറേ ഫുൾ ടൈം ഞാൻ അവളുടെ കൂടെ കറങ്ങി അടിച്ച് എന്ത് കിടിലമായിട്ടായിരുന്നു അറിയോ ഞങ്ങളുടെ. ഞാൻ അത്രയ്ക്ക് കെയർ ആയിരുന്നു അവളെ. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ സാറേ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു 5 മിനിറ്റ് അവള് താഴെ കൂടെ നടന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ എടുത്തോണ്ടേ നടക്കുള്ളൂ. മനസ്സിലായ? ഞാൻ അതെ കാല് മേടിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ കൊണ്ട് നടന്നിരുന്നതാണ് സാറേ. എന്റെ ഈ കഥ കുറച്ച് ഹൃദയത്തിന് കുറച്ച് കട്ടിയുള്ളവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇച്ചിരി കട്ടി കൂടുതൽ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടു നടന്നിരുന്ന സാറേ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഈ സ്വഭാവമൊക്കെ മാറി. എങ്ങനെ ഇങ്ങനെ ആയി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല സാർ. സാറിന് ഞാൻ എന്തൊക്കെ കൊടുക്കാനുണ്ടോ അതെല്ലാം കൊടുത്തിട്ടുണ്ട് സാർ. ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അണ്ണൻ കൊടുത്തതിനെക്കാട്ടില് ചിമ്പോ പയ്യുണ്ട്, അവൻ കൊടുക്കുന്നുണ്ട്. ഐ മീൻ സ്നേഹം, ലാളന, അവനാണിപ്പം മെയിൻ പ്രശ്നം. നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് വന്ന പ്രശ്നം മാത്രമല്ല സാർ, കൊക്കിന്റെ രൂപത്തിൽ ഒരു പുണ്ടച്ചിയുണ്ട്, അവൻ വരെയാണ് അവർക്ക് സ്നേഹം കൊടുക്കുന്നത്. കൊക്കില്ലേ, കൊക്ക്. ആ കൊക്കിനൊരു പേരുണ്ട്, ശശിന്ന്. അവൻ തന്നെ 24 മണിക്കൂർ അവളുടെ തോളത്തിരുന്ന് ഇങ്ങനെ പറന്നു നടക്കണ ഒരുത്തൻ. ഇതില് കുറെ പേർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതൊക്കെ വിട്ടോ സാർ, അതൊക്കെ വിട്ടോ. അവിടെ ഒന്നും അല്ല ഞാൻ പറയണ കാര്യങ്ങൾ, അവിടെ ഒന്നും അല്ല സാർ. ഇങ്ങനെ കൊണ്ടു നടന്നിരുന്ന ഒരു കൊച്ചാണ്, മനസ്സിലായ? പെട്ടെന്ന് ഒരു ദിവസം സാർ എന്റെ അടുത്തുനിന്ന് അങ്ങ് ഡിസപ്പിയർ ആയി. പിന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ, അവളുടെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് എന്നുള്ള രീതിയിൽ ഇതായി കേട്ടാ സാറേ. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ സാറേ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വീണ്ടും മെഷീനറി മേടിക്കാൻ വേണ്ടി ഒരു 1.5 മാസത്തേക്ക് ഞാൻ ഒന്ന് പോയായിരുന്നു. കാരണം മെഷീനറി നമുക്ക്
ഉദ്ദേശം വല്ലതും ഉണ്ടോ അതിനകത്ത്? അല്ല, പറയുമ്പോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണമല്ലോ സാറേ. അതായത് ഈ അണ്ടിയുടെ വിളവനുസരിച്ച് ഈ മെഷീനിൽ അത് അച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അനുസരിച്ചിട്ടുള്ള പുതിയ അച്ച് സാറേ നമ്മൾ ഈ മെഷീന്റെ ഡ്യൂറബിലിറ്റി നോക്കണമല്ലോ സാറേ. നമ്മളപ്പോ ഒരു 10-20 ദിവസമൊക്കെ ഫാക്ടറിയിൽ സ്റ്റേ ചെയ്ത് മെഷീനറി ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടൊക്കെ എടുത്തോണ്ട് വരാറുള്ളൂ. കാരണം നമുക്ക് ലോങ് ടൈമിൽ റൺ ചെയ്യണമല്ലോ. കഴിഞ്ഞ വട്ടം ഞാൻ എടുത്തത് എനിക്ക് പണി കിട്ടിയോണ്ട് ഞാൻ 1 മാസം നിന്ന് പുറഞ്ചോറിയാണ് ഇതാക്കിയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ സാധനങ്ങൾ എടുത്തോണ്ട് വരുന്ന സമയത്ത് തിരിച്ചു വന്നപ്പം ഉടനെ നമ്മുടെ സിറ്റിയില് ഒരു സ്കൂൾ അങ്ങ് വന്ന് സ്കൂൾ സാറേ അവിടെ തരിശു ഭൂമിയായിരുന്നു. തരിശു ഭൂമി എന്ന് പറഞ്ഞാൽ സാറേ അവിടെ വേറെ ഒന്നുമില്ല, തീട്ടപ്പറമ്പായിരുന്നു. ആ തീട്ടപ്പറമ്പ് മണ്ണിട്ട് നികത്തി ഫൗണ്ടേഷൻ ഒക്കെ കെട്ടി ഒരു സ്കൂള് പണിയാ എന്ന് പറഞ്ഞാൽ സാറേ ചെറിയ ഫണ്ടൊന്നും അല്ല അതിന് വേണ്ടത്. സാറിന് ഊഹിക്കാലോ. സാറെ സ്കൂൾ കണ്ടിട്ടില്ലേ? നമ്മുടെ സിറ്റിയിലെ സ്കൂൾ കണ്ടിട്ടില്ലേ? ബാബക്കല്ലി സാർ കണ്ടിട്ടില്ലേ? സാറേ ഞാൻ കണ്ടിട്ടുണ്ട്. ബാബക്കല്ലി എന്നാണ് പറഞ്ഞത് സാറേ. സാറേ അറിയാം സ്കൂൾ എനിക്കറിയാം സാറേ. അത്രയും വലിയ സ്കൂള് സാറേ ഇവിടെ പണിയണമെങ്കിൽ മിനിമം എത്ര രൂപ വേണ്ടി വരും സാർ പറ? സാറേ അത്രയും വലിയൊരു 10-20-2-3 കോടിയെങ്കിലും വേണ്ടി വരും സാറേ. 3 കോടിയെങ്കിലും വേണ്ടി വരും. 3 കോടി സാറേ? എന്ത് കണക്കാണ് സാറേ പറയണേ? മിനിമം 100 കോടി രൂപയെങ്കിലും വേണ്ടി വരും സാറേ. അതൊരു തീട്ടപ്പറമ്പാണ്. അവിടുത്തെ സ്ഥലത്തിന് തന്നെ സാറേ എന്ത് വില ഉണ്ടെന്ന് അറിയോ? അത് മണ്ണിട്ട് നികത്തി. സ്ഥലത്തിന്റെ കാര്യം ഓക്കെ സാറേ. സാറേ ഈ സിറ്റിയിലെ എക്കണോമി വെച്ചിട്ട് മിനിമം 100-150 കോടി വരും. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് ആ 100 കോടിയുടെ ബിൽഡിംഗ് ആണെന്നാണോ സാറേ? സാറേ ഇതല്ല കേക്ക്, സാർ ഇത് കേൾക്കണം. ഒരു മിനിറ്റ്. ഓക്കെ, എന്താ നമ്മൾ ഇതുവരെ വിഷയത്തിൽ എത്തിയില്ലല്ലേ? അയ്യോ ഭരതനോട് സൂപ്പർ ചാറ്റ് കണ്ടില്ല കേട്ടാ. ദുബായ് വിഷ്ണു ബ്രോ താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്. മനസ്സിലായി. അതാണ് ഞാനപ്പോ മാറ്ററിലേക്ക് കറക്റ്റ് വരാം സാർ. ഓക്കെ സാറേ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ കൂടെ നിർത്തിയിരുന്ന ഒരാളായതുകൊണ്ട് സാർ എന്റെ ബാങ്കിന്റെ പാസ്വേഡ് അടക്കം അവളുടെ പേരായിരുന്നു. ബാങ്കിന്റെ പേര്, ഫാക്ടറിയുടെ ലോക്കർ, എല്ലാത്തിലും അവളുടെ പേരും അവളുടെ ഡേറ്റ് ഓഫ് ബർത്തും ആയിരുന്നു എന്റെ പാസ്വേഡ്. സാറേ ഞാൻ പോയിട്ട് ഞാനിത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ കുറച്ച് ഇനാക്റ്റീവ് ആയതുകൊണ്ടും നമുക്ക് കുറച്ച് അധികം പൈസ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ടും ബാങ്കിൽ നിന്ന് ഒരു 100 CR വിഡ്രോവൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്തില്ല. കാരണം നമ്മൾ നോട്ടീസബിൾ ആയില്ല. കാരണം ബാക്കി അക്കൗണ്ടിൽ അത്രയും കിടക്കുന്നത് കൊണ്ടേ നോട്ടീസബിൾ ആയില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഇടയ്ക്കാണ് സാറേ ഈ സ്കൂൾ തുടങ്ങിയപ്പോൾ എനിക്ക് സംശയം വന്ന സമയത്താണ് ഞാൻ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ സാറേ 100 കോടി രൂപ മിസ്റ്റർ പ്രഭാകർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. 100 കോടി. 100 കോടിയോ? എന്നിട്ട് സാറേ ഞാൻ പറയണ കേക്ക്, ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ എല്ലാം എൻ്റെ അടുത്തു നിന്നാ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് സെപ്റ്റിക് ടാങ്കിന്റെ പുറത്ത് 4 കമ്പും ഒരു വലിച്ച് ടാർപ്പയും കെട്ടിയിട്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ വാസുവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ പണിത് വെച്ച്. വാസുവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് പണിതങ്ങ് വെച്ചെന്ന്. ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് സാർ. ഞാനിത് സാറിനോട് ഒന്ന് പറഞ്ഞ എന്തിനാണെന്നറിയോ സാറേ? ഇത് സാർ അന്വേഷിച്ച് തെളിയിക്കുന്നതും വരെ ഇത് സാറിന്റെ നിങ്ങളുടെ ഇന്നത്തെ ഇരിക്കണം. ഇത് വെളിയിൽ പോകാൻ പാടില്ല. ഇത് വെളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാര് ഇതിനുള്ള എല്ലാ കള്ളത്തരവും ചെയ്യും. ഹൈ ക്ലാസ് കള്ളിയാണ് അവളുടെ അച്ഛൻ. അതിനേക്കാളും വലിയ കള്ളാണ്. ഈ സ്റ്റാൻഡിൽ സാറിന്റെ പടം വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ല, പേരെഴുതി വെച്ചിട്ടുണ്ട്. പേരെഴുതിയിട്ടുണ്ട്? പിന്നെ അല്ലാതെ പിന്നെ അവളുടെ അച്ഛനെ എനിക്ക് അറിഞ്ഞൂടെ? കള്ളനാണ്. അതിന് വലിയ പുള്ളിയുടെ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു അവളുടെ അച്ഛന്റെ. പിന്നെ ഈ സ്റ്റാൻഡിനെതിരാണ് നിങ്ങൾക്ക് പരാതി അല്ലേ? ഈ ബസ് സ്റ്റോപ്പും അതുപോലെ തന്നെ എനിക്കെതിരെ ഒരു ഇമ്മീഡിയറ്റ് എൻക്വയറി. ഈ 100 കോടി രൂപ എനിക്ക് കിട്ടണം. എവിടെ നിന്നുണ്ടാക്കി? പറയുന്ന മാഡത്തിന് എന്തെങ്കിലും ജോലി അങ്ങനെ എന്തെങ്കിലും? ഒരു പണിയില്ല. 3 അടി നടന്നാ വിയർക്കുന്ന ഒരു കൊച്ച. മനസ്സിലായേ? മേലല്ലെങ്കിൽ ഒരു പണി എടുക്കാൻ പറ്റുന്ന കഴിവുള്ള ആളല്ലത്. സാർ ഇന്ന് ഞാൻ സിറ്റി വന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ സാറേ എനിക്കൊരു മോനുണ്ട് ദത്തെടുത്ത. അവരൊക്കെയാണ് സൂര്യബോസ് തപ്പിട് മോൻ അങ്ങനെ കുറച്ച് പിള്ളേരുണ്ട്.
പിള്ളേരെയൊക്കെ വെച്ച് അവിടെ Boring. Feel free to leave the life, brother. പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഒപ്പം ബക്കറ്റ് വരും. ജസ്റ്റ് ആളുടെ ഒരു ഇത് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് മനസ്സിലായി. സാറേ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ എലി എന്ന് പറയുന്ന മാഡത്തിന് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ? ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കള്ളനായ ഒരു തന്ത, അമ്മയെ പറ്റി എനിക്ക് വലിയ ഇതില്ല. അപ്പൊ എന്തായാലും ഫാമിലിയുടെ ഫാമിലി മോശം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശം. അങ്ങനെ ആളുടെ പേര് പൊറുക്കി വിജയൻ എന്താണ്, അച്ഛന്റെ പേര് പൊറുക്കി വിജയൻ, അങ്ങനെ സത്യം അങ്ങനെ എന്തോ. ഈ ബസ് സ്റ്റാൻഡ് നിക്കുന്നത് സ്കൂളിന്റെ മതിലിന്റെ പുറത്താണോ? അതെ, സ്കൂളിനോട് നേരെ ഓപ്പോസിറ്റ്, റോഡിന്റെ അപ്പുറത്ത്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ സാധാരണ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ റോഡിന് അടുത്തായിട്ട് വരും അല്ലേ? അതെ, അതാണ് ഈ എലി പണിഞ്ഞു വെച്ചേക്കുന്നത് അല്ലേ സാറേ? അതെ സാറേ ഉച്ച ജയിലിൽ കിടക്കുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. അതെന്താ സാറേ ഈ റോഡെന്നൊക്കെ പറഞ്ഞ ഗവൺമെന്റിന്റെ സ്ഥലത്തല്ലേ കയറി അവള് സ്റ്റാൻഡ് വെച്ചേക്കുന്ന, അടിച്ചിന്ന് ഓടിക്കത്തില്ലേ അവളെ ഇന്ന്? വേറെ കേസെന്താ വേണം? ഗവൺമെന്റിന്റെ സ്ഥലത്ത് വേറെ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മള് പുല്ല് പോലെ ഇത്രയും ദിവസം നോക്കി, നമ്മൾ അറിഞ്ഞില്ലല്ലോ സാർ ഇത്. നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലല്ലോ. നമ്മൾ ഗവൺമെന്റ് സാധനമാണെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അത് ഗവൺമെന്റിന്റെ അല്ല സാർ, അത് എലിവാണെന്നതാ സാർ. സാറേ ആ മതില് വരെ ഉള്ളു എലിയുടെ, അതിന്റെ ഫ്രണ്ടിലോട്ട് ഗവൺമെന്റിന്റെ ആണ്, മനസ്സിലായോ സാറേ? പിന്നല്ലാതെ സാറേ, അപ്പൊ അത് നിങ്ങളൊക്കെ പോകാൻ ഇത്ര നാൾ അങ്ങോട്ട് കൂടെ നടന്നത്. സാറ് നമ്മൾ അറിഞ്ഞു, നമ്മൾ വിചാരിച്ച് ഗവൺമെന്റ് കൊണ്ടുവച്ചാന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഇത്ര നാൾ ഇരുന്നത്. സാറേ ഒരു കേസിൽ അവളെ പിടിക്കുകയാണെങ്കിൽ അവളുടെ ഫുൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റത്തില്ല. അവിടെ സ്കൂള് എടുക്കാൻ പറ്റും സാറേ. സാറേ ഞാൻ ഒരു കാര്യം ആരും കേട്ടില്ല സാറേ, ബാക്കി പറയാം. സാറേ ഇതിപ്പോ ഈ എലിയുടെ സ്കൂളെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് എന്റെ ഒരു കോമഡി അതേ കൂടെ പോവാണ. റെട്രോ സാറിന് അറിയാം സാറേ? എന്താ സാർ പറഞ്ഞു? കുഞ്ഞാണ് കഴിഞ്ഞ ഓക്കെ, റീസൺ യു ഹാവ് ബീൻ കിക്ക്ഡ് ഫ്രം സർ. You have been kicked from sir. ബാലകലിന്റെ സാർ കിക്ക് ചെയ്യുന്നതാണല്ലോ അറിഞ്ഞത്. നമുക്ക് ആ സ്കൂൾ വരെ ഒന്ന് പോയാലോ എല്ലാരെയും കൂട്ടി? അപ്പോഴത്തേക്ക് ഹലോ സാർ, ബാബാക്കലിന്റെ സാർ എന്തോ സാറേ? കൊറേ നേരം ഇങ്ങനെ നിന്നേനെ ആണല്ലേ സാറേ? സാർമാർ എത്ര നാളായി പീഡിക്കിട്ട്? നമ്മള് 3 weeks. 3 weeks. എങ്ങനെയുണ്ട് സാർ പീഡിയൊക്കെ? അടിപൊളി സാർ. എന്റെ അനിയൻ പറയാം എപ്പോഴും ഭയങ്കര പ്രഷറാണെന്ന്. നിങ്ങൾക്കുണ്ടോ പ്രഷർ? പ്രഷർ ഇവിടെ ശശിനെയൊക്കെ കണ്ടിട്ടായിരുന്നു സാറേ നേരത്തെ, ഒരു ശശി സാർ. ശശികൊക്ക് കള്ളന്മാര് സത്യം പറഞ്ഞാൽ കുറവാ സാറേ ഇപ്പം. സാറേ കൊള്ളാം. ഈ സൂര്യബോസ് ഇല്ലേ സാറേ, ആള് വലിയ പ്രശ്നം സാറേ. ഈ കാന്താരി വിൽപ്പന, കഞ്ചാവ് വിൽപ്പനയൊക്കെയാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കല്യാണി സാറ് ജോയിൻ ചെയ്തത് വൈകിയായിരുന്നു. നമ്മള് കയറി കഴിഞ്ഞിട്ടായിരുന്നു ബാലകല്യാണി സാറ് ജോയിൻ ചെയ്തത്. ഓഹോ. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ അധികം സിറ്റിനെ പറ്റി അറിഞ്ഞൂടാ, പുള്ളി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു മറ്റേ ബസ് സ്റ്റാൻഡ്. ഓ മനസ്സിലായി. ബസ് സ്റ്റാൻഡ് കണ്ടിട്ട് ഇതുവരെ നിങ്ങൾ അതിനെ പറ്റി ഒന്നും അന്വേഷിക്കാൻ ഗവൺമെന്റിന്റെ എന്നല്ലേ സാറേ? സാറേ ഇതിനു മുമ്പ് ആ സ്കൂളിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു സാറേ. ഞാൻ പിന്നെ ഞാനിങ്ങനെ വന്ന് പറയുമ്പോ എല്ലാം കൂടെ ഒരാളെ അക്യൂസ് ചെയ്ത് ഞാൻ പ്ലാൻ ചെയ്ത് വന്നതുപോലെയാണ്. അവിടെ ശരിക്കും കഞ്ചാവും കള്ളും എല്ലാം ഉണ്ട് സാറേ. പുതിയ തലമുറ നന്നാക്കാൻ വേണ്ടിട്ട് ഒരു സ്കൂൾ സാർ. സത്യമായിട്ട് സാറേ, പക്ഷെ ഇതില് എലി തന്നെയാണ് ഈ കേസ് ഒന്നും തന്നെയെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പീഡിയുടെ CCTV അവിടെ വെച്ച് എലി പറഞ്ഞിട്ട് പീഡിയുടെ CCTV വെച്ചാ അവിടെ അവിടെ ഇതേമാതിരി മനഃപൂർവ്വം ആൾക്കാര് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എലി കേസ്. അല്ല ഇത് ഇപ്പൊ സ്കൂളിൽ ഇവിടെ തുറന്നിട്ട് 5-6 മാസമായി, പിള്ളേരൊന്നും പഠിപ്പിക്കുന്നില്ല. അവിടുത്തെ ഫസ്റ്റ് ലീഡർ എന്റെ സൂര്യ ബോസും. അയ്യോ സാറേ, പുള്ളിക്കാരനെ പറ്റി പറയല്ലേ സാറേ? അയ്യോ അല്ലല്ല, അതാണ് പറഞ്ഞത്. അത് സ്കൂൾ ലീഡറാണ്, പയ്യൻ സ്കോറിംഗ് ആണ് 20 മണിക്ക്. പക്ഷെ ഇത് എന്റെ അറിവോടല്ല കേട്ടോ, ഞാൻ ആദ്യമേ പറയാം. ഇത് സാറേ ഈ ഏതെങ്കിലും നിയമപ്രകാരം ഈ മക്കള് കാണിക്കണ തന്തയിലാഴിക്ക് ഈ തന്തയും കൂടെ പിടിച്ചകത്തിടാനുള്ള എന്തെങ്കിലും വകുപ്പുള്ള കേസുകളൊന്നും ഉണ്ടോ സാറേ? സാറേ ഉണ്ട്. ഇനി സൂര്യബോസ് എന്തെങ്കിലും തെറ്റേതാ ചിലപ്പം അച്ഛനെ സൂര്യബോസിനെ എടുത്തിടാൻ പറ്റത്തില്ല, നമുക്ക് അച്ഛനെ പിടിച്ചിടാൻ പറ്റത്തുള്ളേ. നല്ല നല്ല നിയമങ്ങളാണ് സാറേ സിറ്റിയില്. അതെ സാറേ, അതെ. സത്യം.
അങ്ങനെ. പിന്നല്ലാതെ ഇല്ല ഇപ്പൊ തെറ്റൊന്നും ചെയ്യാറില്ല. ഇപ്പൊ കറന്റ് ഞാൻ ഇല്ല സാറേ ഇപ്പൊ കാന്താരി സംഭരം മാത്രമേ ഉള്ളൂ വിൽപ്പന. ഇല്ല ആളെ ഞാൻ നിന്നത് ശാസിച്ചായിരുന്നു. ആള് നന്നായി. ഇതെന്താ KL 10 KL 12 ഇല്ല കേസ് ഒന്ന് നിർത്തോ? സാറേ എന്നാ നിങ്ങളെ സാറേ സ്കൂളിലോട്ട് നമ്മളങ്ങോട്ട് പോ. ചെന്നൈക്ക് ചെന്നോ സാർ. നമ്മള് ബാലക്കല്യാണി ഇല്ലല്ല സാറിനെ ബാലകല്യാൺ സാർ വന്നിട്ട് എനിക്ക് പറഞ്ഞു തീർത്തില്ല സാറേ. ബാലകല്യാൺ സാർ അർജന്റ് വരണം. അണ്ണാ ഞാൻ അപ്പത്തേക്ക് അവളുടെ അച്ഛന്റെ എലിയുടെ ഡാഡിയിലെ കുറച്ച് വിവരം കിട്ടി. ഒന്ന് വരുമോ ഓക്കെ ഓക്കെ. അണ്ണാ? എനിക്ക് ഇത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നാളെ അണ്ണ മറ്റേ പൊറക്കിര വരുമോനല്ലേ ഇതെന്ന് പറയുന്നതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവളെ അച്ഛന്റെ പേര് എന്ത് ചെയ്യുന്നു? എന്തിന് വൃത്തിയാ, എന്തിന് ജീർണിച്ച പേരാണത്? പൊറക്കി വിജയനാ. പൊറക്കി വിജയൻ അവളെ തന്തേന്റെ പേര്. ഇതിനെക്കാട്ടിലും നല്ല തന്തയില അടക്കണാണ് എന്നെ പോലെയൊക്കെ. എന്താ കേട്ടില്ല? പേരെണ്ണ അത്? അണ്ണാ പൊറുക്കി വിജയൻ അവളെ അച്ഛന്റെ പേര്. അവളെ അടുത്ത് പറയണം എനിക്ക് തന്തയുണ്ടാ പൊറുക്കി വിജയൻ, നിനക്കാരുണ്ടാന്ന്. അണ്ണാ അതിലും പേര് തന്തയില അടക്കണാണ് സത്യം പറഞ്ഞ ഈ പേര്. അണ്ണാ ആലോചിച്ച് നോക്ക്. തന്തയില്ലാത്തതാവല്ലേ? ഓ അണ്ണാ നാളെ പൊറുക്കിര വരുമോ പോണെന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക്. എനിക്ക് ആ ഗതി കിടന്നില്ല, അതുകൊണ്ടല്ലേ ഇതെങ്കിലും ഒഴിപ്പിക്കണ ഞാൻ. ഓ അണ്ണാ അവളെ അഹങ്കാരം കേക്കണ. കുറച്ചു നേരത്തെ വിളിച്ചിട്ടേ സ്കൂളിൽ വെള്ളമല്ലോ ഞാൻ കുനിഞ്ഞിരിക്കണോ അവിടെ പോയി എന്നെ വിളിച്ചിട്ട് പറയണത്. എടാ നീ സ്കൂളിലെ പ്ലംബർ അല്ലേ ശരിക്കും? അണ്ണാ ഞാനവിടെ PT സാറാണ്. പക്ഷെ ഞാൻ ഔദ്യോഗികമായാണ് ഞാൻ രാജിവെച്ചത്. എന്നിട്ട് പറയൊക്കെ നിന്റെ മോൻ വേണ്ട അത് പറയണ്ട. പറയണ്ട. സാറേ അത് ഒരു ഡോക്യുമെന്റ് എടുക്കാൻ പോയതാണ് സാറേ അത്യാവശ്യം. സാർ കിട്ടിയായിരുന്നു അത്? സാറേ കിട്ടി സാറേ. അപ്പൊ സാറേ എനിക്ക് തോന്നുന്നു ഇത് സാറിന് ഇപ്പം എലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. കാരണം 2-3 കേസ് ഒരുമിച്ച് വരും ഇതിക്ക്. ഒന്നാമത്തത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് ഒരു ബസ് സ്റ്റോപ്പ് പണിഞ്ഞു വെച്ചത്. അതെ. രണ്ടാമത്തത് സാറിന്റെ അനുവാദം ഇല്ലാതെ സാറിന്റെ പേര് ഉപയോഗിച്ച് സാറിനെതിരെ കേസ് കൊടുക്കാം. പിന്നെ ഡിഫേമേഷൻ കേസ്. പിന്നല്ലാതെ ചുമ്മാ അങ്ങ് തോന്നിയത് പോലെ എഴുതി വെക്കാനാണ്. കണ്ടവന്മാര് വന്ന് മൂത്രം ഒഴിച്ചു വെച്ച സാറിന്റെ പേരില് അത് സാറിനല്ലേ അപമാനം? അത്രേ ഉള്ളൂ സാറേ. അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലാണ് ഈ പെങ്കുച്ച് വന്ന് ബസ് സ്റ്റോപ്പ് പണിഞ്ഞു വെച്ചേക്കുന്നത്. അതിന് എന്ത് ഉറപ്പുണ്ടെന്നാണ്? നാളെ ഏതെങ്കിലും ഒരു പയ്യന്റെ തലേ വന്ന് വീണാലോ? നാളെ ഒരു പയ്യന്റെ തലേ വന്ന് ഇഷ്ടിക വന്ന് വീണെന്ന് വിചാരിച്ചോ സാറേ? അതല്ല ഏറ്റവും വലിയ കോമഡി. അതല്ല സാറേ, ഇവളുമാര് ഷോയ്ക്ക് വേണ്ടിട്ട് മാക്സിമം ബഡ്ജറ്റ് കുറച്ച് എന്തോ എനിക്ക് വേണ്ടി ചെലവാക്കിയെന്ന് കാണിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് ആണിത് സാറേ. സാധാരണ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യമെങ്കിലും ഉണ്ടാവൂലേ സാറേ? ഇത് അതുപോലും ഇല്ല സാർ, അതുപോലും ഇല്ലാത്തൊരു ബസ് സ്റ്റോപ്പ്. അപ്പൊ ഇത് പ്രശ്നമാവും സാറേ. ഇതെന്തായാലും പ്രശ്നം, ഇത് വലിയ പ്രശ്നത്തിലോട്ടാവും മുന്നോട്ട് പോകുന്നത് സാറേ. കേസ് 1 ഗവൺമെന്റ് പ്രോപ്പർട്ടി അതിക്രമിച്ച് കയറി ബിൽഡിംഗ് പണിതത്. 2 ഡിഫേമേഷൻ. സാറേ മൂന്നാമത് ഒരു പയ്യനെ ഞാൻ വീട്ടിൽ നിന്ന് തലയടിച്ച് പൊളിപ്പിക്കാം സാറേ. എന്നിട്ട് അതിന് കേസം കൊടുക്കാം. അത് വേണ്ട. മൂന്നാമത് നമുക്ക് ലീഗൽ കേസ് വേണം സാറേ. ഇതേപോലെ കൊച്ചിനെയൊക്കെ അടിച്ച് ജയിലിൽ കയറ്റണം സാറേ. അത് ഒരു വേണ്ട. ചൈൽഡ് ലേബർ ഉണ്ട് സാറേ. ലെജിറ്റ് കേസ് ഉണ്ട് സാറേ. നിങ്ങളത് മെയിൻ പോയിന്റ് പറഞ്ഞു പോയോ സാറേ? എന്റെ 100 കോടി എന്റെ 100 കോടി അക്കൗണ്ടിൽ നിന്ന് എടുത്തില്ലേ സാറേ? ഇതെല്ലാം കൂടെ വരുമ്പോ നഷ്ടപരിഹാരം 100 കോടി നമുക്ക് പിടിക്കാനും പറ്റും. 100 കോടി അല്ലല്ലോ സാറേ. സാറേ എനിക്കൊരു ഇതുണ്ട് സാറേ. എന്തായാലും ഇത് കേസൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ആ സ്കൂള് സാറിന്റെ തന്നെയാവും സാറേ. ഞാൻ നടത്തിക്കോളാം, സീനില്ല. സാറ് നടത്തണ്ട സാറേ. നമുക്കൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ സിറ്റിയില് ഇഷ്ടംപോലെ സ്കൂള് വേറെയൊക്കെ ഉണ്ട്. പക്ഷെ സാർ നമുക്കൊരു വാക്ക് തരണം സാറേ. എന്തിനാ സാറേ സ്കൂള്? ആ സ്കൂള് പൊളിച്ചിട്ട് നല്ലൊരു ബാർ ഉണ്ടാക്കി തരാൻ പറ്റുമോ സാറേ? ഞാൻ അങ്ങനത്തെ ഒരു പ്ലാനാണ്. എനിക്കൊരു ബാർ ഉണ്ടാക്കാൻ അത്രേ ഉള്ളൂ സാറേ. പിന്നല്ല അത്രേ ഉള്ളൂ സാറേ. സാർ 5-4 പിള്ളേർ പോലും ഇല്ല സ്കൂളിൽ പഠിക്കാൻ. ഇപ്പൊ ബാറാണെങ്കിൽ ഉണ്ടല്ലോ സാറിന് കോടികൾ ഉണ്ടാക്കാം. ഒരു ദിവസം 10-100 വരുന്നില്ല ആൾക്കാർ. സ്കൂള് പണിതത് സാറിനിപ്പോ ഈ സ്കൂള് വെക്കുന്നോണ്ട് ബാർ പണിയാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്കൂള് പഠിച്ചിട്ട് ബാർ പണിയുന്നു. കിടുക്കാച്ചി സ്ഥലമായിരുന്നു സാറേ. ബാറിന് പറ്റിയ എല്ലാരും ഓക്കെ എന്ന് പറയുന്നത് സ്കൂളാണ് പറ്റത്തില്ല സാറേ. ആകെ 4-5 പിള്ളേരാണ് അവിടെ പഠിക്കാൻ വരുന്നത്. പഠിക്കണതൊക്കെ പിഴച്ച പിള്ളേര്. അവനൊക്കെ കണ്ടാ തന്നെ അവനൊക്കെ അടിച്ചിടാൻ തോന്നും സാറേ. സാർ എന്റെ കൂടെ ആ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് വരണം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. സാർ ഒന്ന് വരുമോ ഞങ്ങളുടെ കൂടെ? ഓക്കെ സാർ വരാം. വാ ചന്ദ്രൻ. അയ്യോ സാർ അകത്തോട്ട് കയറണം എന്നെ കൂടെ.
ഫ്ലോർ ജി അല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ. അല്ല ഗ്രൗണ്ട് ഫ്ലോർ. ഇത് എങ്ങനെയായിരുന്നു ഫ്ലോർ സാറേ? ജിയിലോട്ട് സാറേ കണ്ണു വെച്ച് അതിനകത്ത് അടിച്ചാൽ മതി. ഫ്ലോർ ജി F1 ആണല്ലേ? അത് കലക്കി പിന്നെ അല്ല പോയി 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 പോയി. എന്തുപറ്റി? എവിടെ സാറേ എന്ത് വന്നിട്ട് എപ്പോ ഉണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു എവിടല്ലേ? ആ ഇവിടെ ഇവിടെ തന്നെയാണ് ഒരാളോട് വരാല്ലേ? ചന്ദ്രൻ സാർ വരാനുണ്ട്. ആ വന്നു സാർ വന്നു സാർ ഭരചന്ദ്ര സാർ എന്തോ സൂപ്പർ ചാറ്റ് ഞാൻ കണ്ടില്ല റാണി കേട്ടോ. പറ റാണി ബാറോ? സാർ അങ്ങനെ കിട്ടിട്ട് കാര്യമുണ്ടോ സാറേ? സാറേ റാണി പറഞ്ഞത് സാറേ എനിക്ക് ഭവാനി ബാറന്നൊക്കെ പോലെ കല്യാണി ബാറന്ന കിട്ടു സാറേ. ഓ സൂപ്പർ. വേണ്ടല്ലേ? അത് വേണ്ട. അപ്പൊ അങ്ങനെയല്ല സാറേ, ഞാൻ ആലോചിച്ച നല്ലൊരു പേര് കണ്ടുപിടിക്കാം. ആ നമുക്ക് ഇച്ചിരി പണിയാണ് സാർ അടുത്തത്. കളിയാനോ സാറേ സാർ അടിക്കാൻ വന്ന ഒരു പെഗിന് ഒരു പെഗ് ഫ്രീ, അതായിരിക്കും സാറിന്റെ ഓഫർ. നമ്മള് പെട്ടെന്ന് ഒരു പെഗിന് ഒരു പെഗ് ഫ്രീ? പിന്നെ അല്ലാതെ സാറേ സാറേ 100 കോടിയുടെ പരിപാടി എന്നിട്ട് ഒരു പെഗ് ഫ്രീ ആയിട്ട് തരാൻ പറ്റുന്നില്ല. ഒരു പെഗ് വാങ്ങിച്ചാലേ ഫ്രീ ആയിട്ട് എടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വേറെ എത്ര ബാറുണ്ട് സാറേ നമുക്ക് അടിക്കാനായിട്ട്? ഫ്രീ ആയിട്ട് അടിക്കാൻ ഒരു സ്ഥലത്തിന് വേണ്ടിയാ സാറിനോട് പറഞ്ഞത്. ജീവിതകാലം മൊത്തവും സാർ ഒരു പെഗ് മേടിച്ചാൽ ഒരു പെഗ് ഫ്രീ. അങ്ങനെ അങ്ങനെ സാറേ അത് പീടി വണ്ടിയൊക്കെ ആരാണ് സാറേ? അപ്പൊ ഡെയിലി ആ ഒരു 8 പെഗ് വാങ്ങിച്ചാൽ 8 പെഗ് ഫ്രീ. 16 പെഗ് അടിക്കട്ടെ സാറേ. ചന്ദ്ര ഇറങ്ങ് പീടി വണ്ടി ഓടിക്കില്ലേ സാറേ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സാറേ. തമാശകളൊന്നും ഇല്ലേ സാറേ ഇതിനകത്ത്? ആ സാറേ നമ്മള് ഫ്രീഡം കൊടുത്താൽ തലേ കയറി സാറേ ഇവനൊക്കെ. അല്ലേ സാറേ? ഇത് വീട് ലോക്കായത് കയറാൻ പറ്റത്തില്ലല്ലോ. കയറാൻ പറ്റത്തില്ല. ചന്ദ്രന് കീ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. സാർ അമ്പി സാർ എന്ത് സാറേ? വരുന്നുണ്ട് സാർ. സാർ അമ്പി സാർ സാറിനെ പട്ടി അടിക്കാൻ ഓടിക്കണോ?